അന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഓവനില്ലാതെ സിമ്പിളായി എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണ്. അതിനായി ഞാനിവിടെ കേക്കിൻ്റെ മിക്സാണ് ഉപയോഗിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വനില സ്പോഞ്ച് കേക്ക് മിക്സാണ്. അത് 225 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. പിന്നെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ വാങ്ങിയത്. അത് 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. 2 മുട്ട, ആവശ്യത്തിന് പാല്, പിന്നെ സൺഫ്ലവർ ഓയിൽ ഇവയാണ് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് 2 മുട്ട നമുക്ക് ബീറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി പതഞ്ഞ് വന്നു. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വനില സ്പോഞ്ച് കേക്കിൻ്റെ മിക്സ് എടുത്തിട്ട് കുറേശ്ശെയായി ഇതിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇത് മിക്സ് ആയതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് പൊടി എടുക്കുന്നതാണെങ്കിൽ നമ്മൾ 1-2 തവണ അരിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. എല്ലാം കുറച്ചായി മാത്രമേ ഇട്ട് മിക്സ് ചെയ്യാവൂ. എല്ലാം ഒരുമിച്ച് ഇടരുത്. നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കണം. പാലിന് പകരം വെള്ളമായാലും മതി. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പാകത്തിലാണ് ഞാനിവിടെ കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കേക്ക് ആക്കാൻ ആവശ്യമായ പാത്രത്തിന് വേണ്ട ബട്ടർ പേപ്പർ എടുക്കണം. അതിൻ്റെ അളവ് കിട്ടാൻ നമുക്ക് ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് അതിനെ റൗണ്ടായി പെൻസിൽ കൊണ്ട് വരക്കുക. അതിനുശേഷം നമുക്ക് അതിലൂടെ മുറിച്ചെടുക്കാം. ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അതിന് കണക്കായിട്ടാണ് റൗണ്ടിൽ മുറിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൈദ നമുക്ക് ഇതിനടിയിൽ വിതറി കൊടുക്കാം. കുറച്ച് മതി, ഒരു നുള്ളു മതി. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് തട്ടി ഒരുപോലെ ആക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതിന് മേലെ 2 ഇതുപോലുള്ള മൂടി വയ്ക്കുക. അതിന് മുകളിലായിട്ടാണ് നമ്മൾ കേക്കിൻ്റെ പാത്രം വെക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തീ കുറച്ച് വയ്ക്കണം. മാക്സിമം കുറച്ച് വയ്ക്കണം. ഒരു 3/4 മണിക്കൂറോളം നമുക്കിത് വെക്കേണ്ടി വരും. പാകമാകാൻ വെക്കേണ്ടി വരും. ഇത് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ കുറക്കാൻ മറക്കരുത്. ഇനി നമുക്കിത് പാകമാകുന്നത് വരെ കാത്തു നിൽക്കാം. അങ്ങനെ കേക്ക് പാകമായി കഴിഞ്ഞു. നമുക്കൊരു കത്തി കൊണ്ട് കത്തിയിൽ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കത്തിയിലൊന്നും പറ്റി പിടിക്കുന്നില്ല. അപ്പോൾ അത് പാകമായി വെന്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടിയിലുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതിനെ 2ആയി മുറിക്കാം. ഇതുപോലെ കത്തി കൊണ്ട് കുറച്ച് വരഞ്ഞ ശേഷം
നമുക്ക് ഒരു നൂല് അതിനുള്ളിലേ ഇട്ട് ഇതുപോലെ ചുറ്റും വെച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഒരുപോലെ കിട്ടും. ഇതിപ്പോൾ 2 പീസായി. നമുക്ക് ഒരു പീസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ലോണം സോഫ്റ്റാണ്. ഇതിൽ ശരിക്ക് ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യം രണ്ടാമത് വരുന്നില്ല. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. കേക്കിൻ്റെ മിക്സ് ആയതുകൊണ്ട് അതിൽ തന്നെ എല്ലാം ഉണ്ടാകും. നമുക്കിനി ഈ കേക്ക് മാറ്റി വെച്ച് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞാൻ 2 പാക്കറ്റും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ബീറ്റ് ചെയ്യാം. നല്ലവണ്ണം ക്രീം ആകുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീമിന് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ക്രീം റെഡിയായി കഴിഞ്ഞു. ഇതാണ് ക്രീമിൻ്റെ ഒരു പാകം. അതിനുശേഷം ഞാൻ പൊടിച്ചു വെച്ച പഞ്ചസാര ഒരു ഗ്ലാസ്സിലേക്കിട്ട് അതിലേക്ക് കുറച്ച് തിളപ്പിച്ച് തണിഞ്ഞ വെള്ളമാണ്, തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. ഇത് നമുക്ക് അടുപ്പിൽ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ടും ഈ പഞ്ചസാര ലായനി തയ്യാറാക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തണുത്ത് കിട്ടും. ഇല്ലെങ്കിൽ അത് തണുക്കാനൊക്കെ നിൽക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം എടുത്ത് ഒരു പാത്രത്തിലേക്ക് തേച്ച് കൊടുക്കുക. നമുക്കിത് ബോർഡിലും തയ്യാറാക്കാം. ഞാനിവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് ഒരു പ്ലേറ്റിലാണ് ആക്കുന്നത്. അതിനുശേഷം നമുക്ക് കേക്ക് എടുത്ത് ആ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വെള്ളം നല്ലവണ്ണം ആഡ് ചെയ്യണം. സൈഡിലൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതിന് മേലെ ക്രീം ഇട്ട് കൊടുക്കാം. അടുത്ത പീസും ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ താഴെയുള്ള പീസാണ് ഇപ്പോൾ മുകളിൽ വയ്ക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ അടിയിലിട്ട മൈദയാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് മുകളിലേക്ക് വീണ്ടും പഞ്ചസാര വെള്ളം തേച്ച് കൊടുക്കുക. കേക്കിന് മുകളിൽ ക്രീമെല്ലാം തേച്ച് പിടിപ്പിക്കുക. എല്ലാം കേക്കിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഞാനൊരു കത്തി വെച്ചിട്ടാണ് എല്ലാം ഇത് തേച്ചത്. ഇനി നമുക്ക് പ്ലേറ്റിൻ്റെ സൈഡിലുള്ള ക്രീമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അതിന് ശേഷം കുറേ നേരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഞാനിതിൻ്റെ സൈഡിലുള്ള അധികം വന്ന ക്രീമൊക്കെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളയുകയാണ്. കേക്കിനെ ഒന്ന് ഷേപ്പ് മാറ്റാൻ പോകുന്നുണ്ട്. ഒരു ലവ് ഷേപ്പാക്കാൻ നോക്കുകയാണ്. ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. അത് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ആകുമോ എന്നറിയില്ല. അതിനുവേണ്ടി ഞാൻ ഇതിൽ നടുവിൽ കൂടി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നടുവിൽ കൂടി ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക.
സൈഡും ഒരുപോലെ കട്ട് ചെയ്യണം. ഇത് ക്രീം തേക്കുന്നതിന് മുന്നേയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മുറിച്ച ഈ പീസ് ഇവിടെ വെക്കുക. മറ്റേ പീസ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലും വെക്കണം. അതിനുശേഷം നമ്മൾ ക്രീം കൊണ്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി ഞാൻ ഇതുപോലെ ഒന്ന് ആക്കാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഷേപ്പിലുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ബ്ലാക്ക് ചോക്ലേറ്റ് ഇതുപോലെ കത്തി കൊണ്ട് നേരിയതായി ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇത് നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വനില കേക്ക് റെഡിയായി. ഇത് ഞാൻ ഇന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. നാളെ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോഴേക്കും നല്ല സെറ്റായി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. താങ്ക്സ്.